എനിക്ക് കോമലിക്കനെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാണാൻ നല്ല മിടുക്കിയാണ്, വീടും കൊള്ളാം. നിങ്ങൾ എന്ത് പറയണു? ചേച്ചി, എനിക്കും കുമ്പളയെ ഇഷ്ടമാണ്. ബാക്കിയൊക്കെ നിങ്ങൾ തീരുമാനിച്ചാൽ മതി. എനിക്കും അത് ഇഷ്ടാവും. എന്റെ അനിയൻകുട്ടൻ നല്ല മിടുക്കൻ തന്നെ. മാഡം, ഞാനും അവന്റെ കാറ്റഗറിയിലാ. എപ്പോഴും നിന്നെ ഇഷ്ടപ്പെട്ടെന്ന് ഓർമ്മയില്ലേ? കണ്ടപ്പോ തന്നെ ഇഷ്ടപ്പെട്ടതല്ലേ? അവിടെ അങ്കൂറിന്റെ അച്ഛനും അമ്മയും പെണ്ണു വീട്ടുകാരോട് പറയും. അതെ, കുട്ടികൾക്ക് വളരെ ഇഷ്ടമായി. എല്ലാവർക്കും സമ്മതമാണെങ്കിൽ ഇതങ്ങ് ഉറപ്പിക്കാം. എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ. രണ്ടു വീട്ടുകാരും ചേർന്ന് ആ കല്യാണം അങ്ങ് നിശ്ചയിക്കും. അവരെല്ലാം പോയി കഴിയുമ്പോൾ കോമലിക്ക അനിയത്തിയോട് പറയും, നീ കണ്ടിരുന്നു ശിവാനി, എന്റെ ചേട്ടത്തി വില കുറഞ്ഞ സാരിയല്ലേ ഉടുത്തത്? അവരുടെ വീട്ടുകാര് പാവപ്പെട്ടവരാന്ന് തോന്നുന്നു. അതല്ലേ, നമ്മുടെ വീട്ടിലെ വേലക്കാരി പോലും ഇതുപോലത്തെ സാരി ഉടുക്കത്തില്ല. അവളെന്തെങ്കിലും ഉടുക്കുന്നതിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്താ? അവര് പാവപ്പെട്ടവരാണെങ്കിൽ എന്താ? നിന്റെ അച്ഛനും അമ്മയും പണക്കാരല്ലേ? നിനക്ക് ഒരുപാട് സ്ത്രീധനം തരാൻ പോവല്ലേ? നിന്റെ അമ്മായിയമ്മ നിന്നെ തലയെ കയറ്റി വെക്കും. നിന്റെ ചേട്ടത്തിക്ക് എല്ലാ ജോലിയും ചെയ്യേണ്ടി വരും. മനസ്സിലായോ? കല്യാണത്തിന്റെ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിയങ്ങ് കോമലിക്ക അവളുടെ കല്യാണത്തിന് വേണ്ടി വില കൂടിയ വസ്ത്രങ്ങൾ വാങ്ങിക്കും. മുംബൈയിലെ വലിയ ഷോറൂമിൽ നിന്നാണ് വാങ്ങുന്നത്. ഒരുപാട് വില മതിക്കുന്ന സാരികൾ വാങ്ങിക്കൂട്ടും. കുറച്ചു ദിവസം കഴിഞ്ഞ് കല്യാണത്തിന്റെ ദിവസം എത്തി. കല്യാണ ദിവസത്തിലും 2000 രൂപയുടെ സാരിയാണ് ചേട്ടത്തി ഉടുത്തിരുന്നത്. കല്യാണ മണ്ഡപത്തിലിരുന്ന കോമലിക്ക അവരെ നോക്കി ആലോചിച്ചോണ്ടിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഓ, ഈ ചേട്ടത്തിന്റെ കാര്യം നാണം കെടുത്തു. ഇപ്പോഴെങ്കിലും കല്യാണത്തിന് നല്ല സാരി ഉടുത്തുകൂടായിരുന്നു. കോമലിക്ക കല്യാണം കഴിഞ്ഞ് ഭർത്താവിന്റെ വീട്ടിലേക്ക് വന്നു കയറുമ്പോ സ്ത്രീധനമായിട്ട് ഒരുപാട് സാധനങ്ങൾ കിട്ടും. കോമലിക്കയുടെ മുഖം കാണുന്ന ചടങ്ങായിരുന്നു. അയൽപക്കത്തെ ആൾക്കാര് സമ്മാനം കൊടുത്തിട്ട് പോകും. വില കുറഞ്ഞ ഒരു സാരി ഉടുത്ത് അവളുടെ ചേട്ടത്തി അനിത ഒരു ഗിഫ്റ്റുമായി അവൾക്ക് ചടങ്ങിന് കൊടുക്കും. എല്ലാ ചടങ്ങും കഴിഞ്ഞ് കോമലിക്ക ചേട്ടത്തി തന്ന സമ്മാനം തുറന്നു നോക്കുമ്പോ ഒരു സാരിയും 101 രൂപയും. അയ്യോ, ഇത് സാരിയാണോ വൃത്തികെട്ടത്? സ്വന്തമായിട്ട് ഉടുക്കുന്ന പോലത്തെ സാരി തന്നെ എനിക്ക് തന്നേക്കണോ? ഞാൻ ഇത് വേലക്കാരിക്ക് കൊടുക്കാൻ പോവാ. എന്റെ പൊന്നങ്കൂരെ, ചേട്ടത്തി ഇത്രയും പിശുക്കിയാണല്ലോ. എല്ലാരും എനിക്ക് വില കൂടിയ ഗിഫ്റ്റ്സ് ആണ് തന്നത്. അവര് മാത്രം ഈ വില കുറഞ്ഞ സാരി. അത് വിട് കോമലിക്ക, ബാബിക്ക് അങ്ങനെ തോന്നിയോണ്ടായിരിക്കും തന്നത്. കോമലിക്ക അടുത്ത ദിവസം വില കൂടിയ ഒരു സാരി എടുത്ത് അടുക്കളയിലേക്ക് പോകും. നന്നായി നീ വന്നത്. ഇന്ന് ആദ്യത്തെ ദിവസമല്ലേ അടുക്കളയില്. എന്തെങ്കിലും ഉണ്ടാക്ക്. ഉണ്ടാക്കാനോ? ഞാനോ? വില കൂടിയ സാരി ഉടുത്തതേ ആഹാരം ഉണ്ടാക്കാനല്ല, ഒരിക്കലും ഇല്ല. ഇനി നിങ്ങൾക്ക് ആഹാരം കഴിക്കണമെന്നുണ്ടെങ്കിൽ 1 മിനിറ്റ്. കോമലിക്ക ഇതും പറഞ്ഞിട്ട് ആഹാരം ഓൺലൈനിൽ ഓർഡർ ചെയ്ത് എല്ലാവർക്കും കൊടുക്കും. ഇതാ ആദ്യമായിട്ട് അടുക്കളയിൽ കയറിയ എന്റെ ആഹാരം. പക്ഷെ മരുമോളെ, നീ ഉണ്ടാക്കിയില്ലല്ലോ വീട്ടില്. ഓ അമ്മായി, കുറഞ്ഞ പൈസയിൽ ഇത്രയൊക്കെ വീട്ടിൽ വന്നില്ലേ? ഇനി എന്താ നിങ്ങൾക്ക് വേണ്ടത്? പക്ഷെ മോളെ, വീട്ടിലെ മരുമക്കളല്ലേ ആഹാരം ഉണ്ടാക്കേണ്ടത്. കോമലിക്ക, അമ്മ പറഞ്ഞത് വളരെ ശരിയാ. കഴിക്കാനുള്ള ഭക്ഷണം ഇങ്ങനെയല്ല കൊണ്ടുവരേണ്ടത്. ചേച്ചി കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം എല്ലാവർക്കും കൊടുത്തത്. ഓ, ഇനിയിപ്പോ കൂടുതലൊന്നും പറയാൻ നിൽക്കണ്ട. ഇപ്പൊ തൽക്കാലം ഇത് കഴിക്കും. ബാക്കി നമുക്ക് പിന്നെ നോക്കാം. പിന്നെ എന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, അതൊന്നും എല്ലാം വെക്കണം. ടൈം എടുക്കും. ചേട്ടതേപ്പോ രാവിലത്തെ ആഹാരമൊക്കെ ഒന്ന് ഉണ്ടാക്കിയേക്കണേ. കോമലിക്ക പൈസക്കാരിയായ എന്റെ ഹുങ്ക് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ കാണിക്കുമായിരുന്നു. അങ്ങനെ ദിവസങ്ങൾ നീണ്ടുപോയി. ദീപാവലി അങ്ങ് അടുത്തു വന്നപ്പോ വീട്ടിലേക്ക് കോമലിക്കയുടെ അച്ഛനും അമ്മയും വന്നു. അവരെല്ലാവർക്കും വേണ്ടി മധുരപലഹാരമൊക്കെ കൊണ്ടുവന്നു. കോമലിക്ക ചേട്ടത്തിയുടെ മുറിയിലേക്ക് പോയി. ചേട്ടത്തി, ഈ സാരി എന്റെ അമ്മ കൊണ്ടുവന്നാ ചേട്ടത്തിക്ക് വേണ്ടി. ഇഷ്ടായോ? ആ കോമലിക്ക, എനിക്കിഷ്ടായി. ഇഷ്ടപ്പെടാതിരിക്കോ? വില കൂടിയ സാരിയാണ്. എന്റെ മുഖം കാണുന്ന ചടങ്ങില് ചേട്ടത്തി എനിക്ക് സാരി തന്നില്ലേ? അതുപോലത്തെ സാരിയൊക്കെ ഞങ്ങൾ ദീപാവലിക്ക് വേലക്കാരിക്ക് കൊടുക്കുന്ന സാരികളാ. ചേട്ടത്തിക്ക് മനസ്സിലായി മുഖം കാണുന്ന ചടങ്ങിൽ കൊടുത്ത സാരിയുടെ കുറ്റമാണ് അവള് പറഞ്ഞതെന്ന്. പിന്നെ നിങ്ങളുടെ വീട്ടിൽ നിന്നും കൊണ്ടു തന്നില്ലേ? ആ, അവര് വരും. വൈകുന്നേരമൊക്കെ ആവുമ്പോ അവരെത്തും, നിന്നെ കാണും. അവള് പതുക്കെ ജോലിയിൽ തിരക്കായി പോയി. വീട്ടിലെ ജോലികളൊക്കെ അവളായിരുന്നു ചെയ്തത്. കോമലിക്ക ഒരിക്കലും വീട്ടിലെ ജോലി ചെയ്യാൻ ആഗ്രഹിച്ചില്ല. എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുമായിരുന്നു. വൈകുന്നേരം ആവുമ്പോ വീടിന്റെ പുറത്തൊരു വലിയ കാറ് വന്ന് നിൽക്കും. ചേട്ടത്തിയുടെ അമ്മയച്ഛനോട് എത്തും. അവളുടെ അമ്മയും സാധാരണ സാരിയാണ് ഉടുത്തിരുന്നത്. അവരെ കണ്ട് കോമലിക്ക് ദേഷ്യം വരും. ആ, വന്നല്ല ചേട്ടത്തിയുടെ അച്ഛനും അമ്മയും. പാവപ്പെട്ടവരെപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ? അപ്പോഴേക്കും കുറച്ച് വേലക്കാര് കയ്യിൽ നിറച്ച് സമ്മാനവുമായി കുറെ സ്വീറ്റ്സും ഡ്രൈ ഫ്രൂട്ട്സും ഒക്കെ എല്ലാവർക്കും വേണ്ടി കൊണ്ടുവരും. ദീപാവലിക്ക് വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്ന സ്വീറ്റ്സ് ഒക്കെ വാങ്ങിച്ചോളൂ. ഇത്രയൊക്കെ കൊണ്ടുവരേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. ഇത് ഞങ്ങളുടെ സ്നേഹമാണ് നിങ്ങളോടുള്ള. അതെ, പിന്നെ ഞങ്ങൾക്ക് ആശ്രമമൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പോഴേ ദീപാവലിക്ക് വരാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ. ആശ്രമത്തിൽ കഴിക്കാനും കുടിക്കാനും എല്ലാ കാര്യങ്ങളും ചെയ്യണ്ടേ? ഇന്നും ദീപാവലിയുടെ അന്ന് ഞങ്ങൾ അവിടെ പോയി എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും. എന്ത് അനാഥാശ്രമം ഉണ്ടോ നിങ്ങക്ക്? കണ്ടാൽ തോന്നുകയില്ല ഇവര് പണക്കാരാണെന്ന്. കാരണം ഇവരുടെ വേഷം കണ്ടില്ലേ?
അതേ കുമലിക, ഇവര് സമ്പന്നരാണ്. പക്ഷേ സമ്പന്നരായി ജീവിക്കാൻ അവർ ആഗ്രഹിക്കുന്നില്ല, സാധാരണക്കാരായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്. ഈ ആശയം എൻ്റെ ഭാര്യയുടേതാ. വിചാരിച്ചതെന്തെന്ന് വെച്ചാൽ വില കൂടിയ വസ്ത്രങ്ങൾ പാവപ്പെട്ടവർക്ക് കൊടുത്ത് അവരുടെ വയറ് നിറയ്ക്കുന്നതല്ലേ ഭേദം. ശരീരം മറയ്ക്കാൻ വില കൂടിയ സാരി ധരിക്കണമെന്നൊന്നും ഇല്ലല്ലോ. വില കുറഞ്ഞ സാരി എടുത്താലും ധാരാളമാ. മരുമോളെ, നിന്റെ വീട്ടുകാരെക്കാളും എത്രയോ കൂടുതൽ പണക്കാരാണ് ഇവളുടെ വീട്ടുകാര്. ഇവർക്ക് വേണ്ടി ചെലവാക്കാരേ ഇല്ല. ഇവര് മറ്റുള്ളവരെ സഹായിക്കും. അതാ ഇവരുടെ ഗുണം. ഞങ്ങൾ ആദ്യ സമയം ചേച്ചിയെ കണ്ടപ്പോഴുണ്ടല്ലോ, അവർ ടീഷർട്ടും മറ്റു വസ്ത്രവും ധരിച്ചിരുന്നു. ഞാനും വിചാരിച്ചു ഇത്രയും പണക്കാരായിട്ട് ഇങ്ങനെയൊക്കെ വസ്ത്രം ധരിക്കുമെന്ന്. ഇവരെ ചേച്ചിയായി കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. കണ്ടില്ലേ, ഇത്രയും വലിയ വീട്ടിൽ നിന്നും വന്നിട്ടും എത്ര സുന്ദരമായ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. നമ്മുടെ മൂത്ത മരവുകൾ വളരെ നല്ല കുട്ടിയാ. എല്ലാരും പറയണത് കേട്ടപ്പോ കൊമോലിക്കയ്ക്ക് അവള് ചെയ്ത തെറ്റ് മനസ്സിലായി. അതിനുശേഷം കൊമോലിക്ക ചേട്ടത്തിയോട് മാപ്പ് പറയും ചെയ്തതിന്. അവളുടെ ചേട്ടത്തി അവളോട് ക്ഷമിക്കുകയും ചെയ്യും. സീമ രാധ രണ്ടുപേരും ചേച്ചിയനിയെത്തി. പക്ഷെ രണ്ടുപേരുടെ സ്വഭാവം ആകാശം ഭൂമി എന്ന പോലെ വ്യത്യസ്തമായിരുന്നു. രാധ വളരെ കരുണയായ ഒരു നല്ല പെൺകുട്ടി. പക്ഷേ സീമ സ്ട്രൈറ്റ് ഓപ്പോസിറ്റായി സെൽഫിഷ് ആയിരുന്നു. കോളേജ് കഴിഞ്ഞതും അവർക്ക് കല്യാണം കഴിപ്പിക്കാൻ അവരുടെ അച്ഛൻ തീരുമാനിച്ചു. സീമയാണ് മൂത്തവൾ, അതുകൊണ്ട് ആദ്യം അവൾക്കായിരുന്നു കല്യാണം. കുടുംബത്തിലുള്ള 4 പേരും ഒരു ദിവസം ഇരുന്ന് സംസാരിച്ചു കൊണ്ടിരുന്നു. ഇവിടെ നോക്കു സീമേ, ഞാൻ നിനക്ക് വേണ്ടി ഒരു പയ്യനെ കണ്ടുവച്ചിട്ടുണ്ട്. ഇതാ നോക്ക്, ഇതാണ് അവന്റെ ഫോട്ടോ. ആദ്യം ഇതുവരെ വച്ച പയ്യൻ എത്ര പഠിച്ചിട്ടുണ്ട്, പിന്നെ അവരുടെ അച്ഛനമ്മ കുടുംബം എങ്ങനെയുണ്ട്? പഠിപ്പില്ലാത്ത പാവപ്പെട്ട കുടുംബത്തിൽ ഞാൻ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇവിടെ നോക്കുമ്പോളേ, അവൻ ബാങ്കിലെ മാനേജറാണ്. കൈ നിറയെ പണം വാങ്ങുന്നുണ്ട്. അവന്റെ കയ്യിൽ പണത്തിന് ഒരു കുറവുമില്ല മോളെ. അപ്പൊ ശരി, ഈ പയ്യൻ എനിക്ക് ഓക്കെയാണ്. തീരുമാനിച്ച ദിവസം സീമയുടെ കല്യാണം വളരെ ഗ്രാൻഡായി നടന്നു. എന്തെന്നാൽ സീമ മൂത്ത മകളായതുകൊണ്ട് അവളുടെ അച്ഛനൊരു കുറവും വരുത്തിയില്ല. അദ്ദേഹം അളവില്ലാത്ത പൈസ കടം വാങ്ങി കല്യാണം കഴിപ്പിച്ചു. അതുകൊണ്ട് ഇപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് കടനായി. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ രാധയ്ക്ക് കല്യാണ പ്രായമായി. ഞാൻ രാധയ്ക്ക് വേണ്ടിയും ഒരു പയ്യനെ നോക്കി വെച്ചിട്ടുണ്ട്. ഇവർ അങ്ങനെ വലിയ പണക്കാരൊന്നുമല്ല. എന്നിരുന്നാൽ പോലും സിറ്റിയിൽ അവർക്ക് വേണ്ടി ഒരു വീട്, പിന്നെ ഒരു കടയുമുണ്ട്. നമ്മുടെ രാധ അവിടെ സന്തോഷമായിരിക്കുമല്ലോ. ആഹാ, ഉറപ്പായും. സീമയുടെ കല്യാണവും രാധയുടേതുപോലെ വളരെ ഗ്രാൻഡായി നടത്തണമെന്നാണ് എന്റെ ആഗ്രഹം. എന്നാൽ പ്രശ്നമെന്തെന്നാൽ, അത്രയും പണത്തിനൊക്കെ നമ്മൾ എവിടെ പോകാനാ? എത്ര വലിയ വീട്ടിൽ നമ്മൾ അവൾക്ക് വേണ്ടി പയ്യനെ നോക്കി. എന്നാൽ പണം കാരണം അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ രാധ അവിടേക്ക് വന്നു. അവൾ അവളുടെ അച്ഛനമ്മ സംസാരിക്കുന്നത് കേട്ടുകൊണ്ടേയിരുന്നു. നിങ്ങൾ സങ്കടപ്പെടേണ്ട അച്ഛാ, ഏതു ചെക്കന് കല്യാണം കഴിക്കാൻ പറഞ്ഞാലും ഞാൻ അവിടെ സന്തോഷമായിരിക്കും. നിങ്ങൾ രണ്ടുപേരുടെ അനുഗ്രഹം മാത്രം മതി. രാധ പറഞ്ഞത് കേട്ട് അച്ഛൻ കുറച്ച് സമാധാനപ്പെട്ടു. നിശ്ചയം ചെയ്ത ആ തീയതിയിൽ ഒരു സാധാരണ രീതിയിൽ രാധയുടെ കല്യാണം കഴിഞ്ഞു. രാധയുടെ വീട്ടിൽ അമ്മായിമ്മ മാത്രമുണ്ടായിരുന്നു. അവർക്കല്പം സുഖമില്ല. രാധ വന്നത് കുടുംബത്തിന്റെ ഭാരമെല്ലാം ചുമക്കാനും തുടങ്ങി. അവളുടെ അമ്മായിമ്മ അത് കണ്ട് സന്തോഷിച്ചു. രാധ ദിവസം മുഴുവൻ വീട്ടുപണികൾ ചെയ്തുകൊണ്ട് സമയമുള്ളപ്പോ കടയിൽ ചെന്ന് ഭർത്താവിന് കടകളിലെ പണിയിലും സഹായിക്കും. സീമയുടെ ജീവിതത്തിലും ഒരു പ്രശ്നമില്ലായിരുന്നു. ചില സമയത്ത് അവൾ ഷോപ്പിംഗ് പോകും, ചില സമയത്ത് കിറ്റി പാർട്ടിക്ക് പോകും. അതാണ് അവളുടെ ജീവിതം. ഒരു ദിവസം രാധ അവളുടെ ഭർത്താവിനൊപ്പം കടയിലുള്ളപ്പോൾ ഒരു പുതിയ കാർ അവരുടെ കടയിൽ വന്ന് നിന്നു. അതിൽ നിന്ന് സീമയും അവളുടെ ഭർത്താവും ഇറങ്ങി. സീമയുടെ കയ്യിൽ സ്വീറ്റ് ബോക്സ് ഉണ്ടായിരുന്നു. രണ്ടുപേര് കടയിൽ ചെന്നു. സീമ രാധയ്ക്ക് സ്വീറ്റ് ബോക്സ് കൊടുത്തു. ഏട്ടൻ ഇന്നാണ് ഈ പുതിയ കാർ വാങ്ങിയത്. ആ കാറിന്റെ വില 20 ലക്ഷം. അതുകൊണ്ട് ഈ സന്തോഷം നിന്നോട് പറയാൻ വേണ്ടി വന്നതാ. സീമ രാധ അസൂയപ്പെടട്ടെ എന്നാണ് ഇത് പറയാൻ വേണ്ടി വന്നത്. പക്ഷേ പാവം രാധയ്ക്ക് സീമ വിചാരിച്ചത് അറിയില്ല. പക്ഷേ രാധയുടെ ഭർത്താവ് സീമയുടെ വാക്കിൽ നിന്ന് അർത്ഥം മനസ്സിലാക്കി. സീമയുടെ ഭർത്താവ് അവിടെ നിന്ന് പോയതിനു ശേഷം, നിന്റെ സഹോദരി ഇവിടെ നല്ല വാർത്ത പറയാനല്ല വന്നത്. നമ്മൾ അസൂയപ്പെടണമെന്ന് കരുതി അവൾ വന്നത്. അവൾക്കറിയാമല്ലോ നമ്മുടെ കയ്യിൽ കാറ് വാങ്ങാനുള്ള പണമില്ലെന്ന്. പുതിയ കാറ് കാണിച്ച് നമ്മളെ ജലസാക്കാൻ വന്നതാ. ഇല്ല ഏട്ടാ, അങ്ങനെയൊന്നും ഉണ്ടാകില്ല. അവരെന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കാൻ നോക്കുന്നത്? അത് തന്നെയാ, എന്നെക്കൊണ്ട് കാറ് വാങ്ങാൻ പറ്റില്ലെന്ന് അവൾക്കറിയാമല്ലോ. ഞാനൊരു സാധാരണ കട നടത്തുക, എന്നാൽ അവളുടെ ഭർത്താവ് ബാങ്കിലെ മാനേജരാണ്. എന്താ, ആരാ പറഞ്ഞേ നിങ്ങൾക്ക് കാറ് വാങ്ങാൻ കഴിയില്ല എന്ന്? നിങ്ങൾ തീർച്ചയായും ഒരു ദിവസം കാറ് വാങ്ങും.
സീമയുടെ ഭർത്താവ് ബാങ്കിലാണ് ജോലി ചെയ്യുന്നത്. അതായത് അദ്ദേഹം ജോലി ചെയ്യുന്നു എന്ന്. മറ്റുള്ളവർ പറയുന്നത് ചെയ്യണം. പക്ഷെ നിങ്ങൾ അങ്ങനെയല്ലല്ലോ. നിങ്ങൾ ഓണറല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ എപ്പോ വേണമെങ്കിലും പണിയെടുക്കാൻ വിടാം. നിങ്ങൾ തീരുമാനിച്ച എന്ത് വേണമെങ്കിലും ചെയ്യാം. എല്ലാത്തിലും ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. വേണമെങ്കിൽ നോക്കിക്കോളൂ. ഇനി കുറച്ചു ദിവസം നിങ്ങൾ ഒരു കാറല്ല 10 കാറ് വാങ്ങാൻ പോകുന്നു നോക്കൂ. അത് കേട്ട് സീമയുടെ ഭർത്താവ് സന്തോഷത്തോടെ പണി ചെയ്യാൻ തുടങ്ങി. രാവിലെ 7 മണിക്ക് കട ഓപ്പണാക്കി രാത്രി 10 മണിക്കാണ് അദ്ദേഹം കട ക്ലോസ് ചെയ്തതും. ഉച്ച സമയത്ത് ഭർത്താവിനെ സഹായിക്കാനായി രാധ കടയിലേക്ക് വന്നുകൊണ്ടിരുന്നു. രാധ അനിൽ രണ്ടുപേരും വളരെ നല്ലവരാണ്. വരുന്ന കസ്റ്റമേഴ്സിനോട് വളരെ നന്നായി സംസാരിക്കും. അതിനവർക്ക് കിട്ടിയ ഫലം എന്താണെന്നോ ആരെങ്കിലും സാധനം വാങ്ങാൻ വന്നാൽ വീണ്ടും വീണ്ടും അവിടേക്കാണ് വരിക. ജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ നല്ല സാധനം കൊടുക്കുന്നതിന് രാധ അനിൽ രണ്ടുപേരും ഒരു കാര്യം ചിന്തിച്ചു. അവർ കടയിലേക്ക് വേണ്ട സാധനങ്ങൾ സിറ്റിയിൽ നിന്ന് നേരെ വാങ്ങാതെ വലിയ വലിയ സിറ്റിയിൽ നിന്ന് ഹോൾസെയിലായി വാങ്ങാൻ തുടങ്ങി. അതുകൊണ്ട് കസ്റ്റമേഴ്സിന് കുറഞ്ഞ വിലയ്ക്ക് എല്ലാം കിട്ടിയിരുന്നു. കടയിൽ നിന്ന് അവർക്ക് ലാഭവും കിട്ടി. അങ്ങനെ കഷ്ടപ്പെട്ട കുറച്ച് ദിവസത്തിന് ശേഷം അവർ എല്ലാ സാധനവും കിട്ടുന്ന പോലെ ഒരു വലിയ ഡിപ്പാർട്ട്മെന്റ് സ്റ്റോർ തന്നെ തുടങ്ങി. പിന്നെ ആ സ്റ്റോറിന് പേരിട്ടു രാധ ഗ്രോസറി മാർട്ട്. ഇപ്പൊ അനിലിനും രാധയ്ക്കും സിറ്റിയിൽ ഒരുപാട് ഗ്രോസറി മാർട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ അവർ സിറ്റിയിലുള്ള പണക്കാരിൽ ഒരാളായി മാറിയിരുന്നു. രാധയുടെ അമ്മായിമ്മയ്ക്ക് സന്തോഷം സഹിക്കാനായില്ല. അവരെല്ലാവരോടും പറയും, എന്റെ മരുമകൾ എന്റെ വീട്ടിലേക്ക് വന്ന സമയമാ. മഹാലക്ഷ്മി തന്നെ എന്റെ വീട്ടിൽ വന്നു. അതുകൊണ്ട് അവൾ വന്നതിന് ശേഷം ഞങ്ങളുടെ അവസ്ഥ തലകീഴായി മാറിയത്. അവളെപ്പോലെ മരുമകളെ കിട്ടാൻ ഞാൻ ഭാഗ്യം ചെയ്യണം. അവൾ മണ്ണെടുത്താലും അത് പൊന്നായി മാറും. ഒരു ദിവസം അനിൽ പുതിയ കാറ് വാങ്ങി വീട്ടിൽ വന്നു. ആഹാ, വീണ്ടും പുതിയ കാറാണോ? ഞാനൊന്നും ചെയ്തതല്ല. നീ പറഞ്ഞതുകൊണ്ട് എല്ലാം സംഭവിക്കുന്നതാ. എന്താ അത്? അയ്യോ, നീയല്ലേ പറഞ്ഞത് ഒരു കാറല്ല 10 കാറുകളുടെ ഓണറാകുമെന്ന്. അതിൽ 7 കാർ ഇപ്പോൾ വന്നു. ഇനിയും 3 ബാക്കിയുള്ളൂ. രാധ ചിരിച്ചുകൊണ്ടിരുന്നു. വാ, ഈ സന്തോഷത്തിൽ നിന്റെ സഹോദരിയുടെ വീട്ടിലേക്ക് പോയി വരാം. രണ്ടുപേരും പുതിയ കാറിൽ സീമയുടെ വീട്ടിലേക്ക് ചെന്നു. കാറിൽ നിന്ന് ഇറങ്ങി രണ്ടുപേരും വീട്ടിൽ ചെന്നപ്പോൾ സീമയുടെ ഭർത്താവിനോടൊപ്പം വഴക്കിട്ടുകൊണ്ടിരുന്നു. വഴക്കിടുന്നതിൽ അവർ ശ്രദ്ധിച്ചില്ല അനിൽ രാധ എപ്പോഴാണ് അവിടെ വന്നതെന്ന്. അയ്യോ, ഞാൻ എന്താ ചോദിക്കുന്നതെന്ന്. നിങ്ങൾ എന്തിനാ ബാങ്കിൽ നിന്ന് പൈസ എടുത്തത്? വീട്ടിലുള്ള പൈസയും ഇപ്പൊ വീടിന്റെ ചിലവുകൾക്ക് എല്ലാം ചിലവായി. നിങ്ങളിപ്പോ ജോലിയിൽ നിന്ന് പുറത്താക്കി. വീട്ടിൽ 1 രൂപ പോലുമില്ല. വണ്ടി ആഭരണം എല്ലാം പണയത്തിലാണ്. നീ ചെയ്ത തെറ്റുകൊണ്ട് എല്ലാം നശിച്ചു പോയി. ഞാനെന്താ എനിക്ക് വേണ്ടിയാണോ ബാങ്കിൽ നിന്നും കടം വാങ്ങിയത്? എല്ലാം ഞാൻ നിനക്ക് വേണ്ടി ചെയ്തതാ. നീയാണ് പാർട്ടി ഉണ്ടാക്കാൻ പണം വേണം, ഷോപ്പിംഗ് ചെയ്യാൻ പണം വേണമെന്ന് പറഞ്ഞ് ചോദിച്ചുകൊണ്ടേയിരുന്നത്. ഇവിടെ നോക്കൂ, നിങ്ങൾ ബഹളം വെക്കണ്ട. വേറെ പെണ്ണാണെങ്കിൽ ഈ സമയം കൊണ്ട് ഈ വീട് വിട്ടുപോകും. എന്നാൽ നീയും ഇവിടെ നിന്ന് പൊക്കോ. നിന്നെ ആരാ തടഞ്ഞത്? എന്റെ വീട്ടുകാർ കഷ്ടത്തിലാണെന്ന് അറിഞ്ഞതുകൊണ്ടല്ലേ നിങ്ങൾ ഈ ചെയ്യുന്നത്? അങ്ങനെ അവർ വഴക്കിട്ടുകൊണ്ടിരുന്നു. അപ്പോഴാണ് സീമ രാധയെ ശ്രദ്ധിച്ചത്. സീമ രാധയെ വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അയ്യോ, നിങ്ങൾ ഇവിടെ വന്നു. അത് പിന്നെ നിങ്ങൾ ഒന്നും പറയേണ്ട ആവശ്യമില്ല. ഇപ്പോൾ ഞങ്ങൾക്ക് എല്ലാം മനസ്സിലായി. ഞാൻ കേട്ടിരുന്നു ഇത്തവണ നിങ്ങൾ പുതിയ ഗ്രോസറി സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നുവെന്ന്. അതിന്റെ മാനേജറായി നിങ്ങൾ എനിക്കൊരു ജോലി തന്നാൽ അത് സഹായകരമാകുമായിരുന്നു. ഞങ്ങളുടെ വീടിന്റെ അവസ്ഥ ഇപ്പോൾ നിങ്ങൾ തന്നെ കണ്ടില്ലേ. നിങ്ങളെ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ. അനിൽ രാധ രണ്ടുപേരും പരസ്പരം നോക്കി നിന്നു. പിന്നെ സീമയുടെ ഭർത്താവിന് ശരിയെന്ന് പറഞ്ഞു. സീമയുടെ അഹങ്കാരമെല്ലാം ഇപ്പൊ തകർന്നു പോയി. ഒരു കാലത്ത് സീമ അവളുടെ കയ്യിലുള്ളത് കാണിച്ച് അനിയത്തിയെ കഷ്ടപ്പെടുത്തി. പക്ഷെ ഇപ്പോ അവളുടെ അനിയത്തിയാണ് അവളുടെ ജീവിതം രക്ഷിച്ചത്. അവൾ ചെയ്തത് തെറ്റാണെന്ന് അവൾക്ക് മനസ്സിലായി. Thanks for watching.